ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറുതുരുത്തി, അതായത് ഷൊർണൂർ ചെറുതുരുത്തി ആ ഏരിയയിലാണ്. അപ്പോൾ ഈ കുളത്തിൽ മീൻ മുഴുവൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അത്യാവശ്യം വലിയ മീനാണ്, 9 മാസത്തോളമായ മീനാണ്. കുറേ ചാടിപ്പോയി മഴക്കാലത്ത്. അതിൻ്റെ ബാക്കിയുള്ള മീനാണ്. ഏകദേശം 400 കിലോത്തോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെല്ലറ്റ് തീറ്റ മാത്രം കൊടുത്ത് വളർത്തിയ മീനാണ്. അപ്പോൾ ഈ കാണുന്ന ആളുടെയാണ് മീൻ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീൻ, ഏകദേശം 3/4 കിലോ, 1 കിലോ, 1.25 കിലോനൊക്കെ ആയിട്ടുള്ള മീനുകളുണ്ട് ഇതിൽ. അപ്പോൾ 400-450 കിലോത്തോളം മീൻ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അധികം വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ മീൻകുട്ടികളും അതേപോലെ മീനിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം. അതേപോലെ മീൻ കൊടുക്കാനുള്ളവർ, മീൻ നിങ്ങൾക്ക് വലുതായ മീനുകൾ കൊടുക്കാനുള്ളവർ എത്ര ടണ്ണാണെങ്കിലും കുഴപ്പമില്ല, എത്ര കൂടുതലായാലും കുറവായാലും കോണ്ടാക്ട് ചെയ്യുക. കൂടുതലുള്ളവർക്ക് നമ്മൾ 2 വണ്ടിയോ അടുപ്പിച്ച് നിർത്തിയിട്ട് ലോഡ് കയറ്റുന്നതാണ്. അതേപോലെ കുറവുള്ള ആൾക്കാരെ നമ്മൾ തൊട്ടടുത്തുള്ള പരിസരങ്ങളിലൊക്കെ ഉള്ള കുളങ്ങളുണ്ടെങ്കിൽ 2 കുളങ്ങളൊക്കെ അടുത്തടുത്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ കയറ്റിക്കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മീൻ വളർത്തുന്നവർക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് മീൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെടുത്ത് വടകര, കൊയിലാണ്ടി, കോഴിക്കോട് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ ഈ മീൻ വിളവെടുക്കുന്നത് കാണുമ്പോൾ തന്നെ 6 മാസം കൊണ്ട് 3/4 കിലോ, 1 കിലോനൊക്കെ ആയി വരുന്നുണ്ട് മീൻ. അപ്പോൾ ഇവരിവിടെ മീൻ കൃഷിയിൽ ചെയ്യുന്നതോട് ഒപ്പം മീൻ്റെ തീറ്റ കൊടുക്കുന്നതിനോടൊപ്പം ഈ വെള്ളത്തിൽ കുളത്തിൽ കുളവാഴ ഇട്ട് വെച്ചായിരുന്നു. അതായത് ആഫ്രിക്കൻ പായൽ നന്നായിട്ട് തന്നെ കുളത്തിൽ സ്പ്രെഡ് ചെയ്തായിരുന്നു. അത് നന്നായിട്ട് തന്നെ വെള്ളത്തിനെ ഫിൽറ്റർ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഈ വെള്ളം ഇങ്ങനെ ഇപ്പോൾ ഈ കളറ് കാണുന്നത് ഇത് ഏറ്റവും അടിഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ കളറ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ മീനുകൾ നമുക്ക് കിട്ടിയതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. അങ്ങനെ ഒന്ന് തോന്നുന്നു കോരിയൊക്കെ നിങ്ങൾ തൽക്കാലം ഒന്ന് കോരിയൊക്കെ വെറുതെ മീൻ പായാണ്. ഇത് താഴത്തെ ഡ്രമ്മിൽ വെള്ളം നിറച്ച താഴത്തെ ഡ്രമ്മിൽ വെള്ളം നിറച്ച ഞങ്ങള് എങ്ങനെ കിട്ടുന്നു? കുഞ്ഞിലേക്കടെ വേറെ വർഷമാണ് വാക്കിന് ചോട്ടില്ല പിടിഞ്ഞു. നേരിട്ട് കയറ്റാം. ഈ വള്ളത്തിന്റെ കളറ് കാണുമ്പോഴാ പേടിയാണ്. ഒരാളങ്ങോട്ട് കയറ്റി നിങ്ങളെ റിസോ ആ മീൻ വരുന്ന വള്ളത്തിലിട് താഴത്ത്. ആദ്യമല്ലേ വരിക. കടലാസ് അവിടെ ഉണ്ട്. നിങ്ങൾ ഒരാളും കൂടി കയറിക്കളെ. നിങ്ങൾ ചാക്ക് പിടിച്ചു കൊടുത്താൽ മൂപ്പര് കോരിക്കോളും.
എന്താ ബൂട്ടോ? മീനെ ചവിട്ടിയ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അടുത്തേക്കട്ടെ എന്റെ കഴിഞ്ഞൊന്നുകൂടി വാടാ. അതൊക്കെ ഇട്ടുതരാം. അത് ആദ്യം മീനാണ് പിടിച്ച് കയറ്റ. ഇപ്പോൾ അതൊന്നും ആയിട്ടില്ലല്ലോ. മീൻ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റാത്ത ഇനി ഇതിൽ കാര്യമായിട്ട് കാണാനില്ല, ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ കൊണ്ടിടാനാ? ആ ചപ്പണ് മറിച്ചിടാറുന്നോ? ഒരു ട്രിപ്പ് പോരിയാ മറിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കോരിക്കോ. കയറ് പിടിക്ക്, കയറും പിടിക്ക്. ഒരു 3/4 മീന കഴിഞ്ഞാലേ വെള്ളം എങ്ങനെ വെച്ചാൽ മീൻ പോരുമ്പോ വെള്ളം പൊന്ത്. നെറ്റ് കൊണ്ടിട്ട് വല കൊണ്ടിട്ട് കിടക്കണം കുളവാഴ. ഈ കുളവാഴ ഇടാൻ പറഞ്ഞ കേക്കില്ല ആൾക്കാരെ. അതിന്റെ ഗുണം പേർക്ക് അറിയില്ല. അവിടെ അടിയിലല്ലേ ഇടുന്ന്? അപ്പൊ അടിയിലല്ലേ ഇടുന്ന്? ആ നിങ്ങൾ പറഞ്ഞ ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നല്ലോ. അന്ന് നമ്മൾ എത്ര കൊണ്ടേ അവിടുന്ന്? ആ ആമണ്ട് അതില്. എന്താ മീൻ ചാടിപ്പോയി എന്ന് പറയുമ്പോഴാ പോലെ. ഒക്കെ ഈ ചാടിപ്പോയതാണ്. പെല്ലറ്റ് മാത്രല്ലേ? ഓടി വേണം. ഇപ്പൊ ഇവർക്ക് മീൻ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ മീൻ കിട്ടുന്നത്? മലേഷ്യ.
ആൾക്കാർക്ക് ഒരു ചിലര് പെട്ടെന്ന് വലുതാണവരുണ്ട് കേട്ടോ. വലുതാത്തവര് വെയിറ്റ് ചെയ്തിട്ട് ഇതേപോലെ